ഹായ് ഡിയർ, ഞാൻ അസ്ലക് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിയാണ്. ടുഡേ വിൽ ബി ടോക്കിംഗ് അബൌട്ട് എറിത്രോപോയസിസ്. എറിത്രോപോയസിസ് നമുക്ക് 3 രീതിയിൽ ചോദിക്കാം. ഏതർ ഇറ്റ് ക്യാൻ ബി ആസ്ഡ് ആസ് എ ഡയറക്റ്റ് ഷോർട്ട് എസ്സേ 8 മാർക്കിൻ്റെ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ടായിട്ട് വരാം. അതും അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ കേസിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഫോർ എക്സാമ്പിൾ എ ലേഡി കമ്മിങ് വിത്ത് അനീമിയ. അപ്പോൾ എൻ്റെ താഴെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് എറിത്രോപോയസിസ് ഓർ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എറിത്രോപോയസിസ്. ആൻഡ് മോർ ഓവർ ഈ ഡിസ്കഷനിൽ എറിത്രോപോയിറ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് പറയുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അഫക്റ്റിംഗ് ദി എറിത്രോപോയസിസ്. സോ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നൊരു ഷോർട്ട് നോട്ട് വന്നാൽ അതിനെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ കവർ ചെയ്യുന്ന ഹെഡിങ്സ് വിൽ ടോക്ക് അബൌട്ട് ദി ഡെഫിനിഷൻ, സ്റ്റേജസ്, സ്റ്റെപ്സ് ഇൻ എറിത്രോപോയസിസ്, ഡ്യൂറേഷൻ ഓഫ് എറിത്രോപോയസിസ്, what are the changes taking place in erythropoiesis, and what are the factors that affect erythropoiesis. Now let's begin with the definition. Now the definition is, erythropoiesis is the process of production of red blood cells. Very simple. Stages. എത്ര സ്റ്റേജ് ഉണ്ട്, എവിടെയാണ് എറിത്രോപോയസിസ് നടക്കുന്നത്, അതാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻട്രാ യൂട്രൈനായിട്ട് ലൈഫിൽ അമ്മയുടെ വയറിൽ നമ്മളൊക്കെ ജീവിക്കുന്ന സമയത്ത് ഇൻ ദ വോംബ് 3 weeks to 3 months, അതായത് ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ 3rd week എന്നാണ് എറിത്രോപോയസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ മീസോഡേം ഓഫ് യോക്ക് സാക്ക്, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് മീസോബ്ലാസ്റ്റിക് സ്റ്റേജ്. അപ്പോൾ യോക്ക് സാക്കിലാണ് ആദ്യം നടക്കുന്നത് 3 weeks to 3 months. 3 months to 5 months ഹെപ്പറ്റിക് സ്റ്റേജ്, ലിവർ ആൻഡ് സ്പ്ലീനിൽ നടക്കും. ആൻഡ് എബോവ് 5 months മെഡുലറി സ്റ്റേജ്, ദാറ്റ് ഈസ് ഇൻ ദി ബോൺ മാരോ. ഇപ്പോൾ ഈ 5 months ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഹെപ്പറ്റിക് സ്റ്റേജ് ഇങ്ങനെ കുറഞ്ഞു വരും, ബോൺ മാരോൻ്റെ സ്റ്റേജ് കൂടി വരും. ആൻഡ് ഫൈനലി ബോൺ മാരോ മാത്രമാവും, അതായത് ഓൺലി മെഡുലറി സ്റ്റേജ് മാത്രമാവും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് മെഡുലറി എറിത്രോപോയസിസ്. ഇത് ബോഡിയിലെ എല്ലാ ബോണിലും ഉണ്ട്. നമ്മൾ ജനിക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ ദ ബോൺസ്. ബട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ 20 year ഒക്കെ ആവുന്ന സമയത്ത് സ്റ്റേർണം, റിബ്സ്, വെർട്ടിബ്ര പോലത്തെ ബോൺസിൽ മാത്രമായിട്ട് എന്ത് ചെയ്യും, എറിത്രോപോയസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ചുരുങ്ങും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി സ്റ്റേജസ്. ഇപ്പോൾ ഡെഫിനിഷൻ കഴിഞ്ഞു, സ്റ്റേജ് കഴിഞ്ഞു. ഏതൊക്കെയാണ് 3 സ്റ്റേജ്? മീസോബ്ലാസ്റ്റിക് സ്റ്റേജ്, ഹെപ്പറ്റിക് സ്റ്റേജ്, മെഡുലറി സ്റ്റേജ്. അത് യോക്ക് സാക്ക്, ലിവർ, സ്പ്ലീന്, ബോൺ മാരോ. ഡൺ. ഇനി സ്റ്റെപ്സിന് ഞാൻ ഈ ചിത്രം കണ്ടതിനെ കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇവിടെ നമ്മുടെ ബോഡിയിൽ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ഉണ്ട്. ഈ ചിത്രം കൺസെപ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ്, ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട. ഞാൻ ഈ ഒരു അവസാനം പറയുന്ന ഔട്ട്ലൈൻ മാത്രം, ഒരു ഫ്ലോ ചാർട്ട് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ, കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ, സ്റ്റെം സെൽസ് ആർ സെൽസ് ദറ്റ് ക്യാൻ ബിക്കം എനിത്തിങ്, അല്ലേ? അവർക്ക് എന്തും ആവാൻ കഴിവുണ്ട്. ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ആകുമ്പോൾ ഹെമറ്റോളജിയിലെ, അതായത് നമ്മുടെ RBC, പ്ലേറ്റ്ലെറ്റ്, എസിനോഫിൽ, ബേസോഫിൽ, ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ഇങ്ങനെയുള്ള ഹെമറ്റോളജിയിൽ ആരും ആവാൻ കഴിവുള്ളവരാണ് നമ്മൾ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്, അല്ലേ? ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസിന് എന്താ സംഭവിക്കുക, അവർ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ വിളിക്കുന്നവരാണ് പ്ലൂറിപൊട്ടൻറ്റ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ്. ദ ക്യാൻ ബിക്കം എനി ഹെമറ്റോളജിക്കൽ സെൽ ലൈൻ. അതുകൊണ്ട് നമ്മളങ്ങനെ വിളിക്കുന്നത്. ഇവർ കമ്മിറ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരൊറ്റ ലീനേജിലേക്ക് മാറുന്നതിനാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഉദാഹരണത്തിന് ചിത്രത്തിൽ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇയാളെന്നാണ് എല്ലാം ഉണ്ടായേക്കുന്നത്, അല്ലേ? അൾട്ടിമേറ്റ്ലി എല്ലാവരും ഉണ്ടാക്കുന്ന ഇയാൾ എന്നാണ്. പക്ഷേ ഇയാൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലോങ് ടേം, ഈ പേരൊന്നും പഠിക്കേണ്ട കേട്ടോ, കോംപ്ലക്സ് ആണ്. ലോങ് ടേം ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ല്, ഷോർട്ട് ടേം ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലാണ്. ഒന്നും നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട, ജസ്റ്റ് ഈ കാര്യം മാത്രം നോക്കുക. ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസിന് ഇവിടെ കണ്ടോ, കോമൺ മൈലോയിഡ് പ്രോജനേറ്റർ, കോമൺ ലിംഫോയിഡ് പ്രോജനേറ്റർ. അപ്പോൾ ഈ മൈലോയിഡ് പ്രോജനേറ്ററിന് യു ക്യാൻ സി RBCs കമ്മിങ് അപ്പ്, യു ക്യാൻ സി പ്ലേറ്റ്ലെറ്റ്സ് ഫോമിങ്, യു ക്യാൻ സി എസിനോഫിൽ, ന്യൂട്രോഫിൽ ആൻഡ് ബേസോഫിൽ, ആൻഡ് ഓൾസോ മോണോസൈറ്റ്. ഈ ലിംഫോയിഡ് പ്രോജനേറ്റർ എന്ന് വരുന്നതാണ് T cell ആൻഡ് B cell ലിംഫോസൈറ്റ്സ്. ഇതാണ് നമ്മുടെ 2 ആളുകൾ, മൈലോയിഡ് പ്രോജനേറ്ററും ലിംഫോയിഡ് പ്രോജനേറ്റർ. അപ്പോൾ ഇവരൊക്കെ കമ്മിറ്റഡ് സ്റ്റെം സെൽസ് ആണ്. പിന്നെ ഈ കമ്മിറ്റ് ചെയ്യാൻ പോകും, ഇവർ ഒരു പാത്ത് വേയിലേക്ക് ഇവർ കമ്മിറ്റ് ചെയ്താൽ ഇവർ ആ സെല്ലായിട്ട് മാറും. ഇവരിങ്ങനെ വന്നിട്ട് CFU, എസിനോഫിലിൻ്റെ പാത്ത് വേണത്. CFU, കോളനി ഫോമിംഗ് യൂണിറ്റ് എന്നാണ്. കോളനി ഫോമിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലുകളുടെ ഒരു കോളനി ഫോം ചെയ്യുക എന്നുള്ളതാണ് കോളനി ഫോമിംഗ് യൂണിറ്റ്. ഈ കോളനി ഫോമിംഗ് യൂണിറ്റ് EO ആണ് എസിനോഫിൽ, ബേസോ എന്ന ബേസോഫിലിൻ്റെ ഒരു കോളനി ഫോമിംഗ് ആണ്. CFU MG, കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് മെഗാ കാരിയോസൈറ്റ്സ്, അങ്ങനെ പോകുന്നു. പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകും. സോ എന്താണ് ഒരു കമ്മിറ്റഡ് സ്റ്റെം സെൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. സോ സ്റ്റെം സെൽസ് ക്യാൻ ബി എനിത്തിങ്, ആൻഡ് വെൻ ദേ ഗെറ്റ് കമ്മിറ്റഡ് ദേ ഗോ ടു എ പെർട്ടിക്കുലർ ലീനേജ്. ഐഡിയ കിട്ടിയല്ലോ. പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, അത്ര ഹെഡിങ്. അടുത്ത് പോയിന്റ് നമ്പർ 3, നമ്മുടെ ഈ വന്ന കമ്മിറ്റ് ചെയ്യപ്പെട്ട സെല്ലുകൾ നമ്മൾ എന്താ വിളിക്കുക? വി കോൾ ദം പ്രോജനീറ്റർ സെൽസ്.
ഇവിടുത്തെ പ്രോജനിറ്റർ സെൽസ് ആരാ എറിത്രോപോയസിലെ? യെസ്, BFUE and CFUE and finally we get the RBC. അതാണ് ഞാനിവിടെ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? We have the stem cells, pluripotent hematopoietic stem cells, and they get committed. ഇത് എരിത്രോയിഡ് സീരീസിലേക്ക് കമ്മിറ്റ് ചെയ്യപ്പെട്ട ആളുകളാണ്. ആൻഡ് BFUE, CFUE ഇതാണ് നമ്മുടെ പ്രോജനീറ്റർ സെൽസ്. അവിടുന്ന് കുറച്ച് പ്രീകർസർ സെൽസ് ഉണ്ടാവും, അതായത് പ്രോ എരിത്രോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ നോർമോബ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രീകർസർ സെൽസ് വരും. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദി RBC. ഇവരെക്കുറിച്ച് ഞാൻ പറയാം. ടോക്ക് അബൌട്ട് പ്രീകർസർ സെൽസ് ഇൻ എ മൊമെൻറ്റ്. സോ ദ ഐഡിയ ഈസ് ദർ ഇസ് പ്ലൂറിപ്പൊട്ടൻറ്റ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ്. പ്ലൂറിപ്പൊട്ടൻ്റ് ആണ്, എന്തും ആവാനുള്ള കഴിവുള്ളവരാണ്. അവർ കമ്മിറ്റ് ചെയ്തൊരൊറ്റ ലീനേജിലേക്ക് വരും. നമുക്കിപ്പം പഠിക്കുന്ന എരിത്രോപോയിസ് ആയതുകൊണ്ട് ആ ലീനേജിലെ രണ്ടാളുകൾ BFUE ബ്ലാസ്റ്റ് ഫോമിംഗ് യൂണിറ്റ് എരിത്രോയിഡ് എന്നാണ്, CFUE കോളനി ഫോമിംഗ് യൂണിറ്റ് എരിത്രോയിഡ്. E ഫോർ എരിത്രോയിഡ് ആണ് കേട്ടോ, എരിത്രോസൈറ്റിൻ്റെ E ആണത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ഔട്ട്ലൈൻ നിങ്ങൾ എഴുതേണ്ടത്. എന്താ നിങ്ങൾ എഴുതേണ്ടത്? ദാറ്റ് ഈസ് PHSC, പ്ലൂറിപ്പൊട്ടൻറ്റ് hematopoietic stem cells which become committed stem cells, BFUE, CFUE and finally precursor cells ആയ പ്രോ നോർമോബ്ലാസ്റ്റ് എന്ന അവസാനം RBC ഉണ്ടാവും. ഇനി ഈ ഒരു പാർട്ട്, ഈ ഒരു കൺവേർഷൻ പ്രോ നോർമോബ്ലാസ്റ്റ് RBC ആവുന്നതാണ്. ഇത് ഈ നോർമോബ്ലാസ്റ്റ് എന്ന് പറയുമ്പം പ്രോ നോർമോബ്ലാസ്റ്റ് എന്നും വിളിക്കാം, പ്രോ എരിത്രോബ്ലാസ്റ്റ് എന്നും വിളിക്കാം കേട്ടോ. അതാണ് ഇവിടെ പ്രോ എരിത്രോബ്ലാസ്റ്റ്, ബേസോഫിൽ, ഇങ്ങനെ ഒരു ഞാൻ ഈ പേര് കണ്ട് പേടിക്കേണ്ട നോട്ടിൽ പറഞ്ഞുതരാം. ഇങ്ങനെ അവസാനം എന്തുണ്ടാവുന്നു? എരിത്രോസൈറ്റ് ഉണ്ടാവും. അതായത് പ്രോ എരിത്രോബ്ലാസ്റ്റ് എന്ന അവസാനം ആരുണ്ടാവുന്നു? എരിത്രോസൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാണാം. പഠിക്കാൻ സുഖം നോർമോബ്ലാസ്റ്റ് എന്നുള്ളൊരു യൂസേജാണ്. നിങ്ങൾക്ക് ഏതാണോ സുഖം അത് ഫോളോ ചെയ്യുക. ഏതർ യു ക്യാൻ റൈറ്റ് എസ് നോർമോബ്ലാസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എരിത്രോബ്ലാസ്റ്റ് എന്തും എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. സോ നമുക്ക് ആദ്യം വരുന്ന എന്താണ്? PHSC, പ്ലൂറിപ്പൊട്ടൻറ്റ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ്. അവിടുന്ന് നമുക്കൊരു കമ്മിറ്റഡ് എന്ത് വരും? സ്റ്റെം സെൽസ് കിട്ടും അല്ലേ. അതിന് BFUE വരും, CFUE വരും, പ്രോ നോർമോബ്ലാസ്റ്റ്. ഈ പേരെങ്ങനെ പഠിക്കാം? നമ്മളിതിൽ ആദ്യം അറിയേണ്ടത് വെറും 6 സ്റ്റെപ്പേ നമുക്ക് പഠിക്കാനുള്ളൂ. ആദ്യം മനസ്സിലാക്കാം. 6 സ്റ്റെപ്പേ ആദ്യം പഠിക്കാനുള്ളൂ. ഇതിൽ ഏറ്റവും അവസാനം ഉണ്ടാകുന്നത് എന്തായിരിക്കും? RBC ആയിരിക്കും അല്ലേ? ഏറ്റവും അവസാനം ഉണ്ടാകുന്നത് RBC അല്ലേ? ഓക്കെ, നമുക്ക് ആ ഓർഡർ ഒന്ന് പഠിക്കാം. അതായത് ഏറ്റവും 1, 2, 3, 4, 5, 6 ഏറ്റവും ലാസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന RBC ആണ്. RBCൻ്റെ തൊട്ട് മുന്നേ ഉള്ള ജുവനൈൽ RBC എന്ന് വിളിക്കുന്നവരെ റെറ്റിക്കുലോസൈറ്റ്സിനാണ്. അപ്പോൾ അവരവിടെ ഉണ്ടാവും. ഒരൊറ്റ പേരെ കാണാതെ പഠിക്കേണ്ടത് അതെന്താണ്? പ്രോ നോർമോബ്ലാസ്റ്റ് ആണ്. ഈ പേരിൻ്റെ ഇടയിൽ ഇങ്ങനെ ലൈൻ ഇടണമെന്നില്ല, ഞാനത് നിങ്ങൾക്കൊരു നെമോണിക് പോലെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി എഴുതുമ്പോൾ ജസ്റ്റ് പ്രോ നോർമോബ്ലാസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, റെഡി? ഈ നോർമോബ്ലാസ്റ്റിനെ ഇനി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 6 എണ്ണത്തിൽ ഇനി 3 പേരെയും കൂടെ കാണാനുള്ളൂ അല്ലേ. 3 പേരും കൂടി കിട്ടിയാലേ നമ്മുടെ ലീനിയേജ്, നമ്മുടെ ലൈന് ഫുള്ളായി. എന്താ ചെയ്യാം? കാണിച്ചു തരാം. ആ 3 പേരും നോർമോബ്ലാസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഒരു പഠിക്കാൻ സുഖം. അവരെങ്ങനെ പഠിക്കാം? ഏർലി, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ലേറ്റ്. 6 കഴിഞ്ഞു. അതായത് പ്ലൂറിപ്പൊട്ടൻറ്റ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ, കമ്മിറ്റഡ് സ്റ്റെം സെൽ, പിന്നെ അവിടുന്ന് BFUE, അവിടുന്ന് CFUE ആൻഡ് ഫൈനലി പ്രോ നോർമോബ്ലാസ്റ്റ്. അവിടുന്ന് ഏർലി നോർമോബ്ലാസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്, ലേറ്റ് നോർമോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ്സ് ആൻഡ് RBCs. ഇതിന് വേറെ പേരുകളുണ്ട്, ലൈക്ക് ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്, പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്, ഓർത്തോക്രോമിക് നോർമോബ്ലാസ്റ്റ്. ആ പേര് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെങ്കിലും ഓർമ്മയിലുണ്ടാവണം. അത് ഇതിൻ്റെ കളർ വെച്ചിട്ടാണ് ആ പേര് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സ് കിട്ടിയോ? 6 സ്റ്റെപ്പാണ്. അത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. ഈ 6 സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഈ BFUE CFUE നമ്മൾ പ്രോജനിറ്റർ സെൽസ് എന്ന് വിളിച്ചത്. ഇതിൽ പ്രോ ബ്ലാസ്റ്റ് എന്ന് പേരുള്ളവരെ മൊത്തം, അതായത് ഏർലി നോർമോബ്ലാസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്, ലേറ്റ് നോർമോബ്ലാസ്റ്റ്, ഈ ബ്ലാസ്റ്റുകൾ മൊത്തം നമ്മൾ എന്ത് വിളിച്ചു? പ്രീകർസർ സെൽസ് എന്ന് വിളിച്ചു. അവരെ മൊത്തം നമ്മൾ എന്താ വിളിച്ചത്? പ്രീകർസർ സെൽസ്. ഇനി മെച്ചൂർ സെൽസിന് നമ്മൾ എന്ത് വിളിച്ചു? റെറ്റിക്കുലോസൈറ്റ്സ് ആൻഡ് RBC. ഇപ്പോൾ ഈ 3 ടൈപ്പ് സെല്ലുകളും പറയാം. ഈ ഓർഡർ ആൻസർ പേപ്പറിൽ വരച്ചിടുക. ഡൺ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഫീച്ചേഴ്സ് പറയാം. ഓക്കെ, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആളുകളില്ലേ, ഏർലി നോർമോബ്ലാസ്റ്റ്, ലേറ്റ് നോർമോബ്ലാസ്റ്റ്, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ മൊത്തം പ്രോ നോർമോ, ഏർലി, ഇൻ്റർമീഡിയറ്റ്, ലേറ്റ്, ഇവരുടെയൊക്കെ ഫീച്ചർ പറയണം എക്സാമിന്. അതിൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 ഹെഡിങ്ങിലാണ് പറയുക. സൈസ് ഓഫ് ദി സെൽ, സൈറ്റോപ്ലാസം,
ന്യൂക്ലിയോളൈ, അതേപോലെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഹെഡിങ് ഉണ്ടാവും, മൈറ്റോസിസ് ആൻഡ് ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ്. ഈ 5 ഹെഡിങ്ങിൽ ഈ പറഞ്ഞ ഓരോ സെല്ലുകളെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യാം സംസാരിക്കാം. ഇതിൽ RBCയിലും എട്രോസൈറ്റിലും അധികം പറയാണ്ടാവില്ല. ബാക്കി 4 പേര് ആരൊക്കെ? ടോട്ടൽ 6 പേരായിരുന്നു. ഏത് പ്രോജനേറ്റർ സെൽസ് കഴിഞ്ഞാൽ ടോട്ടൽ 6 പേരാണ്. ആരൊക്കെ? പ്രോ നോർമോബ്ലാസ്റ്റ്, ഏർലി നോർമോബ്ലാസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്, ലേറ്റ് നോർമോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ്, RBC. ഇത് 2 പേരെക്കുറിച്ച് അധികം പറയാനില്ല. ഈ BFU ഇനെയും CFU ഇനെയും കുറിച്ച് നമുക്ക് അധികം പറയാനില്ല. ഈ 4 പേരെക്കുറിച്ചാണ് നമുക്ക് നോർമലി ഫീച്ചേഴ്സ് എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് 3 ഹെഡിങ്ങിൽ പഠിക്കാം. ലെറ്റ്സ് ബിഗിൻ വിത്ത് പ്രോ നോർമോബ്ലാസ്റ്റ്. ഇവരുടെ വരയ്ക്കാനുള്ള ചിത്രം ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന നോട്ടിൽ അയക്കാം. അത് നോക്കി പഠിച്ചാൽ മതി. എക്സാമിന് പറ്റുന്നവർക്ക് അത് വരച്ച് വെക്കാം സമയം ഉണ്ടെങ്കിൽ. ആൻഡ് ഓൾവേസ് പിക്ചേഴ്സ് ആർ ബെറ്റർ. അപ്പോൾ കാരണം പിക്ചർ പേപ്പറിൽ കാണുമ്പോൾ എക്സാമിന് കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും, മാർക്ക് ഇടാൻ പറ്റും. പിക്ചറിൻ്റെത് ഞാൻ നോട്ട് നിങ്ങൾക്ക് ഫയൽ നമ്മുടെ ആപ്പിൽ നോട്ട് ഉണ്ടാവും. യു ക്യാൻ സീ ദ നോട്ട് ദിയർ. അതിൽ ആ പിക്ചർ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ പോസിബിൾ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഞാൻ ആ പിക്ചർ കാണിച്ചു തരാം. സോ പ്രോ നോർമോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ സൈസ് ആദ്യം പറയണം. 15 to 20 സൈസ് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ചെറിയൊരു നെമോണിക് പോലെ ഇട്ടാൽ മതി. 7 എന്ന നമ്പറിൽ നിന്ന് തുടങ്ങാം. 3 threes. ഓക്കെ, 3 3 2 2 2 2s. ഓക്കെ, ദിസ് മേ സൗണ്ട് ഓക്കേർഡ്, പക്ഷേ നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് വാല്യൂ പഠിച്ചാലേ പറ്റും. ഓക്കെ, കിട്ടിയോ? 3 3 2 2. ഒന്നുകൂടി കാണിച്ചു തരാം. 3 3 2 2. ഓക്കെ, 7 + 3 10, 10 + 2 12, 12 + 3 15, 15 + 3 18, 18 + 2 20. ഈ വാല്യൂസാണ് നമ്മുടെ സൈസ് വരുന്നത്. ആൻഡ് എങ്ങനെയാണ് സൈസ് വരുന്നത്? തൊട്ട് അപ്പുറത്തെ ആളെ സ്കിപ്പ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും എപ്പോഴും വരിക. അതായത് 7 to 12 ഒരാളുണ്ടാവും, 10 to 15 ഒരാളുണ്ടാവും, 12 to 18 ഒരാളുണ്ടാവും, 15 to 20 ഒരാളുണ്ടാവും. ആൻഡ് വി നോ ദാറ്റ് നമ്മൾ പ്രോ നോർമോബ്ലാസ്റ്റിൽ നിന്ന് താഴെ RBC വരെ എത്തുമ്പോൾ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരെ ഓർഡറിൽ എഴുതിയാൽ മതി. ഇവിടെ നോക്കൂ, 50 to 20 ആയിരിക്കും പ്രോ നോർമോബ്ലാസ്റ്റ്, 12 to 18 ആയിരിക്കും എർലി നോർമോബ്ലാസ്റ്റ്, 10 to 15 ആയിരിക്കും നമ്മുടെ ഇൻ്റർമീഡിയറ്റ്, അതേപോലെ തന്നെ 7 to 12 ആയിരിക്കും നമ്മുടെ ലേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ ഈ നെമോണിക്ക് പറഞ്ഞു തന്നത്. ഇതർ നിങ്ങൾക്കിത് ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, ഇഫ് നോട്ട് എഴുതണ്ട. അതായത് വാല്യൂസ് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രമേ എക്സാമിന് എഴുതാൻ പാടുള്ളൂ. എഴുതി തെറ്റിക്കാൻ പാടില്ല വാല്യൂസ്. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സൈസ് ഓഫ് ദ സെൽ 15-20 മൈക്രോമീറ്റേഴ്സ്. സൈറ്റോപ്ലാസം സ്മോൾ ആണ്, ബേസോഫിലിക് ആണ്. ദാറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ. ചിത്രം കാണിക്കുമ്പോൾ മനസ്സിലാവും. ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്, ന്യൂക്ലിയോലൈ ഈസ് പ്രസൻറ്റ്, മൈറ്റോസിസ് ഈസ് പ്രസൻറ്റ്, ഹീമോഗ്ലോബിൻ നോട്ട് യെറ്റ് പ്രസൻറ്റ്. ഹീമോഗ്ലോബിൻ ഈസ് ആബ്സെൻറ്റ്. വന്നിട്ടില്ല. കിട്ടും. ഇത്ര ഹെഡിങ് എഴുതിയാൽ മതി. അപ്പം നോക്കും പേപ്പർ നോക്കാൻ സുഖമാണ്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വിവരം ഉണ്ടെന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഏർലി നോർമോബ്ലാസ്റ്റിലേക്ക് വരും. എഗെയിൻ സൈസ് കുറയുന്നു, ബേസോഫിലിക് ആണ്, ന്യൂക്ലിയസ് ഉണ്ട് ബട്ട് ന്യൂക്ലിയോളൈ ഇല്ല, മൈറ്റോസിസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്, ഹീമോഗ്ലോബിൻ ആദ്യമായിട്ട് ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ഹീമോഗ്ലോബിൻ എവിടെയാണ്? ഏർലി നോർമോബ്ലാസ്റ്റ്. ദെൻ ഇൻ്റർമീഡിയറ്റ്, എഗെയിൻ സൈസ് കുറയുന്നു, 10 to 15 ആയി. ഇവിടെ എന്താ സംഭവിച്ചാൽ ഹീമോഗ്ലോബിൻ വരുമ്പം ഇത്രയും കാലം എന്തായിരുന്നു? ബേസോഫിലിക് ആയിരുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? ഈ പോളി റൈബോസോം, ഒരുപാട് റൈബോസോമുകളുണ്ട്, RNA ഒക്കെ ആയിട്ട് പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻസും റൈബോസോമും ഒക്കെയാണ് ബേസോഫിലിക് നേച്ചറായ ബ്ലൂ കളർ കൊടുത്തിരുന്നത്. അതിൻ്റെ കൂടെ ഹീമോഗ്ലോബിൻ വിച്ച് ഇസ് അസിഡോഫിലിക് അല്ലെങ്കിൽ ഇയോസിനോഫിലിക് ആണ്, നേരെ ഓപ്പോസിറ്റ് ആളാണ്. അത് വരുമ്പോൾ ഒരു മിക്സിങ് നടക്കും. അപ്പോൾ ഹീമോഗ്ലോബിൻ നേരത്തെ ഏളിയിൽ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഹീമോഗ്ലോബിൻ്റെ കോൺസെൻട്രേഷൻ കൂടാൻ പോവാണ്. സോ കളർ വിൽ സ്റ്റാർട്ട് ടു ചേഞ്ച്. ബ്ലൂ ബിക്കംസ് പിങ്ക്. ഒരു മിക്സഡ് കളർ വരും ഏതിൽ? ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. അപ്പോൾ നേരത്തെ ആൾ നമ്മളെന്താ വിളിക്കുക? ഏളീൻ്റെ ആളെ. ഇയാൾ കംപ്ലീറ്റ്ലി ബേസോഫിലിക് ആണ്. സോ ഇറ്റ് ഇസ് നോൺ ആസ് ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്. കിട്ടിയോ? പ്രോ നോർമോബ്ലാസ്റ്റ്, ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്. ഇവിടെ എന്താ വിളിക്കുക? പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. ഓക്കെ, ഇയാൾ ന്യൂക്ലിയസ് ഉണ്ടോ? ഉണ്ട്. ന്യൂക്ലിയോളൈ ഉണ്ടോ? ഇല്ല. മൈറ്റോസിസ് സ്റ്റിൽ പ്രസൻറ്റ്, ഹീമോഗ്ലോബിൻ ഉണ്ട്. ഇനി അടുത്ത ആളിലേക്ക് വരാം, ലേറ്റ് നോർമോബ്ലാസ്റ്റ്. സൈസ് അഗെയിൻ കുറഞ്ഞു, ഇയോസിനോഫിലിക് ആണ്. അതുകൊണ്ട് ഇയാൾ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് എന്ന് വിളിക്കാം. ആ പേര് ഞാൻ പറയാം. ആ പേര് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. യു ഷുഡ് റിമെമ്പർ അറ്റ്ലീസ്റ്റ് ഏർലി, ഇൻ്റർമീഡിയറ്റ്, ലേറ്റ്. ഓക്കെ, ദ ന്യൂക്ലിയസ് ഇസ് പ്രസൻറ്റ് വിച്ച് ബിക്കംസ് ഡിസിൻറ്റഗ്രേറ്റഡ്. ലാസ്റ്റ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ആവുന്നുണ്ട്. ദെൻ ന്യൂക്ലിയോലൈ ഈസ് ആബ്സെൻറ്റ് ആൻഡ് മൈറ്റോസിസ് ഈസ് ആബ്സെൻറ്റ് ആൻഡ് ഹീമോഗ്ലോബിൻ ഈസ് പ്രസൻറ്റ്. കിട്ടിയോ? ഇത്രയാണ് ആ 4 ആളുകളുടെ ഫീച്ചേഴ്സ്. ആരൊക്കെയുണ്ട്? പ്രോ നോർമോബ്ലാസ്റ്റ്, ഏർലി, ഇൻ്റർമീഡിയറ്റ്, ലേറ്റ്. ആൻഡ്
Now let's go to reticulocyte and RBC. Reticulocytes are actually juvenile red cells. അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയൽ റെറ്റിക്കുലാർ ടൈപ്പാണ്. ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ റെറ്റിക്കുലാർ ന്യൂക്ലിയർ മെറ്റീരിയൽ, അതുകൊണ്ടാണ് നമ്മൾ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് RBC വരുന്നു. ഏറ്റവും അവസാനം വരുന്ന സാധനമാണ് എറിത്രോസൈറ്റ്. ഈ റെറ്റിക്കുലോസൈറ്റാണ് നമ്മുടെ ബോൺ മാരോ എന്ന് ഇത്രയും നേരം പറഞ്ഞ എല്ലാവരും ആര്, പ്രോ നോർമോബ്ലാസ്റ്റ്, അതേപോലെ തന്നെ ഏർലി നോർമോബ്ലാസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്, ലേറ്റ് നോർമോബ്ലാസ്റ്റ്, ഇവരൊക്കെ ബോൺ മാരോയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് ഇറങ്ങി വരുന്ന ആദ്യത്തെ ആൾ നമ്മുടെ റെറ്റിക്കുലോസൈറ്റാണ്. ഈ റെറ്റിക്കുലോസൈറ്റ് ജുവനൽ റെഡ് സെല്ലാണ്. ഇറ്റ് ബിക്കംസ് ദി RBC. RBC എന്ന് പറയുമ്പോൾ 7.5 മൈക്രോമീറ്റേഴ്സ്. വി നോ ദാറ്റ് ഡയമീറ്റർ നമുക്കറിയാം. ദെൻ ന്യൂക്ലിയസ് ഇല്ല, ബൈകോൺകേവ് ഷേപ്പാണ്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇത്രയാണ് നമ്മുടെ ഫീച്ചർ, നമ്മുടെ 6 പേര്. ആരൊക്കെ? BFUE, ഓർഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ CFUE. ഓക്കെ, ആരായിരുന്നു? ഫസ്റ്റ് പ്രോ നോർമോബ്ലാസ്റ്റ്. ഓക്കെ, 3 നോർമോബ്ലാസ്റ്റുണ്ട്. ആരൊക്കെ? ഏർലി, ഇൻ്റർമീഡിയറ്റ്, ലേറ്റ്. ഇനി ആരൊക്കെയാണ്? റെറ്റിക്കുലോസൈറ്റ് ആൻഡ് RBC. ഉറപ്പല്ലേ? ഈ ഓർഡർ അറിയാലോ, ഈ ഓർഡർ ഉറക്കത്തിൽ വെച്ചാലും കിട്ടണം. ഓക്കെ, അതിനാണ് മാക്സിമം മാർക്ക് വരാൻ പോകുന്നത്. Now I will show you the diagram. അപ്പോൾ എറിത്രോപോയിസിസ് എന്ന് പറയുമ്പോൾ there is pluripotent hematopoietic stem cell, committed stem cell ഉണ്ടാകുന്നു. BFUE എറിത്രോസൈറ്റ്, കോളനി ഫോമിംഗ് ആൻഡ് എറിത്രോസൈറ്റ്. BFUE, CFE. ഓക്കെ, ഫസ്റ്റ് വരാൻ പോകുന്നു പ്രോ നോർമോബ്ലാസ്റ്റ്. സൈസൊക്കെ ഓർമ്മിക്കുക. ഇതിലെ സൈസ് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ GK-PAL സൈസാണ് പറഞ്ഞത്. യു ക്യാൻ സ്റ്റിക്ക് ടു ദാറ്റ്, ലൈക്ക് 50-20, 7-12 അങ്ങനെയുള്ള സൈസ്. അത് GK-PAL ഫോളോ ചെയ്താൽ മതി. ഓർ യു ക്യാൻ സ്റ്റഡി ദിസ് വാട്ട് എവർ ഇറ്റ് ഇസ്. സോ യു ക്യാൻ സി എ ന്യൂക്ലിയസ് അല്ലേ, ആൻഡ് ബ്ലൂ സൈറ്റോപ്ലാസം കാണാൻ പറ്റും. ഇവിടെ നോക്കൂ, അഗെയിൻ ബ്ലൂ ആണ്. ന്യൂക്ലിയസ് ചെറുതായിട്ടുണ്ട്. ന്യൂക്ലിയോള ഈസ് ആബ്സെൻറ്റ്. ഇനി ഈ നാല് ബ്ലാസ്റ്റുകളിലും യു ക്യാൻ സി ന്യൂക്ലിയസ്. അതിൽ ലേറ്റ് നോർമോബ്ലാസ്റ്റിലാണ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നത്? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി ദ ചേഞ്ച് ഇൻ കളർ. ഇവിടെ ബ്ലൂ നിന്ന് ഒരു പിങ്കിഷ് കളറിലേക്ക് പോയി. ദാറ്റ് ആണ് പോളിക്രോമാറ്റിക് ആയിട്ടുള്ള ആൾ, അതായത് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. ഓക്കെ അല്ലേ? ദെൻ ദർ ഇസ് ലേറ്റ് നോർമോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ് ഉണ്ട്, RBC ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചിത്രം നിങ്ങൾ വരച്ച് പഠിക്കണം. കാരണം എക്സാമിന് ചിത്രം വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എഴുതുന്നത് കുറയ്ക്കാൻ പറ്റും, സമയം ലാഭിക്കാൻ പറ്റും. ചിത്രം കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും കുട്ടിക്ക് അറിയോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ദ ഡ്യൂറേഷൻ. ഇതിനെല്ലാം എത്ര ദിവസം എടുക്കും? BFUE to CFUE ആവാൻ 6 to 8 days. ഈ മൊത്തം പ്രോസസ്സ് നടക്കാൻ അറൗണ്ട് എ വീക്ക്. സോ ദ ഡ്യൂറേഷൻ ഓഫ് എറിത്രോപോയിസിസ് അറൗണ്ട് 2 weeks. അത് പ്രോജനറ്റർ സെല്ലിൽ നിന്ന് ഒരു മെച്യൂർ RBC ഉണ്ടാവാൻ ഓൾമോസ്റ്റ് 2 weeks എടുക്കും. ഡൺ. നൗ ചേഞ്ചസ്. എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കുന്നത്? RBCൻ്റെ സെൽ സൈസ് കുറയുന്നുണ്ട്, ന്യൂക്ലിയസ് ഡിസപ്പിയർ ആവുന്നുണ്ട്, ന്യൂക്ലിയോളെ ഡിസപ്പിയർ ആവുന്നുണ്ട്, ഹീമോഗ്ലോബിൻ അപ്പിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ബേസോഫിലിക് സ്റ്റെയിനിങ് ഈസ് ബിക്കം അസിഡോഫിലിക്, അല്ലെങ്കിൽ ഇയോസിനോഫിലിക് ആയിട്ടുള്ള സ്റ്റെയിനിങ് ആവുന്നുണ്ട്. അത് ബ്ലൂ എന്ന് പറയുന്ന കളറിന്ന് ഇവർ ഗോയിങ് ടു പിങ്കിഷ് റെഡ് പിങ്ക് ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സ്റ്റെയിനിങ് ഡിഫറൻസ്. ഈ 5 പോയിന്റ് നിങ്ങൾ പറയണം, ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എറിത്രോപോയിസിസ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? റെഗുലേഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റ്. ഇവിടെ ശരിക്കും റെഗുലേഷൻ ഓഫ് എറിത്രോപോയിസിസ് എന്നൊരു ഹെഡിങ് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. റെഗുലേഷൻ ഓഫ് എറിത്രോപോയിസിസ്, കാരണം അതാണ് ഹെഡിങ്, കുറച്ചും കൂടി ബെറ്റർ ഹെഡിങ് റെഗുലേഷനാണ്. റെഗുലേഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റ്. ദ മേജർ റെഗുലേറ്ററി ഫാക്ടർ ഇസ് ടിഷ്യൂ ഹൈപ്പോക്സിയ. നമുക്ക് ടിഷ്യൂവിന് ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിലാണ് നമ്മുടെ ബോൺ മാരോട് നമ്മുടെ ബോഡി പറയാം RBCനെ ഉണ്ടാക്കുക, മേക്ക് മോർ RBCs, വി നീഡ് ഓക്സിജൻ. ടിഷ്യൂ ഹൈപ്പോക്സിയ ഇസ് ദ മേജർ ഫീഡ്ബാക്ക് ഫോർ എറിത്രോപോയിസിസ്. നമുക്ക് ഫാക്ടേഴ്സിലേക്ക് കിടക്കാം. അപ്പം ഈ പറഞ്ഞ ഹൈപ്പോക്സിയൊക്കെ അവിടെ വരും. ഓക്കെ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? ദർ ആർ 3 ഫാക്ടേഴ്സ്: ഹോർമോണൽ ഫാക്ടേഴ്സ്, ഡയറ്ററി ഫാക്ടേഴ്സ്, അതേഴ്സ്. ഏതൊക്കെയാണ്? ഹോർമോൺസ് ഉണ്ട്, ഡയറ്ററി ഉണ്ട്, അതേഴ്സ്. വാട്ട് ആർ ഹോർമോണൽ ഫാക്ടേഴ്സ്? ഹോർമോണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ 1 ഇസ് എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? എറിത്രോപോയറ്റിൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഫ്രം ദ കിഡ്നി. 85% ഓഫ് ഇറ്റ് ഫ്രം ദ കിഡ്നി, 50% ഫ്രം ദ ലിവർ. കിഡ്നിയിൽ എവിടുന്ന്? ഇൻഡസ്ട്രീഷ്യൽ സെൽസിൻ്റെ പെരിട്യൂബുലർ കാപ്പിലറി ബെഡ് ഓഫ് കിഡ്നി. അത് ലിവറിന്ന് എവിടുന്ന്? കുഫർ സെൽസും ഉണ്ടാക്കും, പെരിവീനസ് ഹെപ്പറ്റോസൈറ്റ്സും ഉണ്ടാക്കും. ഇതൊരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്. ഓക്കെ, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് GK-PAL ഫംഗ്ഷൻ്റെ ലിസ്റ്റാണ്. അത് ആക്ച്വലി നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ ആക്കിയതാണ്. സോ ഒരു കഥ പോലെ പഠിക്കാം. സ്റ്റെം സെൽസ് ഉണ്ടാവുന്നു, അവിടുന്ന് കമ്മിറ്റഡ് ആയി എറിത്രോയിഡ് സീരീസ് ഉണ്ടാവുന്നു, പ്രൊജനറ്റർ സെൽസ് വരുന്നു, അവർ പ്രീകർസർ സെൽസ് ആവുന്നു. ഓക്കെ, ആ സെൽസിൽ നിന്ന് റെറ്റിക്കുലോസൈറ്റ്സും RBC ഉണ്ടാവുന്നു. ഈ പ്രീകർസർ സെൽസിൽ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് വരുന്നു. ഇതൊരു കഥ പോലെ പഠിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഫംഗ്ഷൻ പറയാം. ആൻഡ് പോയിന്റ് നമ്പർ 1, ഇറ്റ് ആക്ട് ഓൺ ദി സ്റ്റെം സെൽസ് ടു പ്രൊമോട്ട് ദ ട്രാൻസ്ഫോർമേഷൻ. അതായത് സ്റ്റെം സെല്ലിൽ നിന്ന് എറിത്രോയിഡ് സീരീസ് ഉണ്ടാക്കാൻ സഹായിക്കും.
നമ്മളിപ്പോൾ പറയുന്നത് എരിത്രോപോയിറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. സോ സ്റ്റെം സെൽസിൽ നിന്ന് എരിത്രോയിഡ് സീരീസ് ഉണ്ടാവാൻ സഹായിക്കും. രണ്ടാമത്തെ പോയിൻറ്റ്, പ്രോജനേറ്റർ സെല്ലിൽ നിന്ന് പ്രീകർസർ സെല്ല് ഉണ്ടാവാൻ സഹായിക്കും. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മൈറ്റോസിസ്. അങ്ങനെയല്ല, നമ്മുടെ BFUE-നെയും CFUE-നെയും മൈറ്റോസിസ് അടുത്ത പോയിൻ്റാണ്. BFE-നെയും CFUE-നെയും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രോനോർമോബ്ലാസ്റ്റിനെ കൂടുതലായിട്ട് ഉണ്ടാക്കിപ്പിക്കുക. അങ്ങനെ ഒരുപാട് പ്രോനോർമോബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒരുപാട് RBC ഉണ്ടാവും. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. സോ പോയിന്റ് നമ്പർ 1, സ്റ്റെം സെൽസ് നിന്ന് എരിത്രോയിഡ് സീരീസിലേക്ക് ആളെ എത്തിക്കുക. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, പ്രോജനേറ്റർ സെല്ലിൽ നിന്ന് കൂടുതൽ പ്രീകർസർ സെൽസ് ഉണ്ടാക്കുക. ഓക്കെ. പോയിന്റ് നമ്പർ 3, പ്രീകർസർ സെല്ലിൽ നിന്ന് മാക്സിമം എന്ത് ഉണ്ടാക്കുക, ഇവിടെ പ്രീകർസർ സെല്ലിൽ നിന്ന് പെട്ടെന്ന് തന്നെ മൈറ്റോസിസ് നടത്തിയിട്ട് പ്രീകർസർ സെല്ലിനെ ഏറ്റവും പെട്ടെന്ന് റെറ്റിക്കോസൈറ്റാക്കി മാറ്റുക. ഓക്കെ, 3 പോയിന്റ്. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിന്റ് നമ്പർ 1, സ്റ്റെം സെല്ലിൽ നിന്ന് എരിത്രോയിഡ് സീരീസിനെ ഉണ്ടാക്കുക. പോയിന്റ് നമ്പർ 2, പ്രോജനേറ്റർ സെല്ലിൽ നിന്ന് കൂടുതൽ പ്രീകർസർ സെല്ലുകൾ ഉണ്ടാക്കുക. ആൻഡ് പോയിന്റ് നമ്പർ 3, പ്രീകർസർ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോനോർമോബ്ലാസ്റ്റ്, ഏർലി നോമോബ്ലാസ്റ്റ് അങ്ങനത്തെ ആളുകൾ, അവരുടെ സെൽ ഡിവിഷൻ സ്പീഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും, കൂടുതൽ റെറ്റിക്കുലോസൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ. അതേപോലെ തന്നെ നോർമോബ്ലാസ്റ്റ് ഈ പ്രീകർസർ സെൽസിൻ്റെ മെച്ചുറേഷൻ ടൈം കൂട്ടുക, പെട്ടെന്ന് മെച്യൂർ ആക്കിപ്പിക്കുക. ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ് ദ മെച്ചുറേഷൻ. ആൻഡ് പോയിന്റ് നമ്പർ 5, ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക. ഇറ്റ് ഇൻക്രീസസ് ദി ഹീമോഗ്ലോബിൻ സിന്തസിസ് ഇൻ നോർമോബ്ലാസ്റ്റ്. അപ്പോൾ നോർമോബ്ലാസ്റ്റിനെ മെച്ചുറേഷൻ നടത്താനും സഹായിക്കുന്നുണ്ട്, ഹീമോഗ്ലോബിൻ സിന്തസിസ് നടത്താനും സഹായിക്കുന്നുണ്ട്. ഫൈനൽ പോയിന്റ്, നമ്മുടെ റെറ്റിക്കുലോസൈറ്റിനെ പെട്ടെന്ന് തന്നെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യാൻ, ദാറ്റ് ഈസ് ഏർലി റിലീസ് ഓഫ് ഇമ്മച്യൂർ, ദാറ്റ് ഈസ് റെറ്റിക്കുലോസൈറ്റ്സ് ഇൻ ടു ദി സർക്കുലേഷൻ. ഈ 6 പോയിന്റുകൾ 1, 2, 3, 4, 5, 6 ഈ GK പാലിലെ ടേബിളാണിത്. ഞാൻ അതിൻ്റെ ഒരു ഓർഡറിൽ പഠിപ്പിച്ചതേ ഉള്ളൂ, സോ ദാറ്റ് നിങ്ങൾക്കൊരു കഥ പോലെ ഓർമ്മിച്ച് വെക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1, 2, 3, 4, 5, 6. അതായത് സ്റ്റെം സെൽസ് എരിത്രോയിഡ് വരുന്നു, പിന്നെ പ്രോജനേറ്ററെ പ്രീകർസർ ആക്കുന്നു, പ്രീകർസറിനെ മെച്യൂർ ചെയ്യിപ്പിക്കുന്നു, പ്രീകർസറിൽ ഹീമോഗ്ലോബിൻ കൂട്ടുന്നു, പ്രീകർസറിൻ്റെ മൈറ്റോസിസ് സ്പീഡപ്പ് ചെയ്യുന്നു, പിന്നെ റെറ്റിക്കുലോസൈറ്റിനെ പെട്ടെന്ന് റിലീസ് ചെയ്യിപ്പിക്കുന്നു. ഈ 6 എക്സാമിന് എഴുതണം. ഈ ഒരു ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ടിഷ്യൂ ഹൈപ്പോക്സിയ ഉണ്ടാകുമ്പോൾ നമ്മളെ കിഡ്നിയിൽ നിന്ന് EPO എരിത്രോപോയിറ്റിൻ റിലീസ് ചെയ്യും, എരിത്രോപോയിറ്റ്സ് കൂടും. അപ്പോൾ അതാണ് ഇവിടെ അടുത്ത് പറയാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ദറ്റ് ഇൻക്രീസിങ് ദി എരിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ, ഹൈപ്പോക്സിയ. അതാണ് മേജർ ആൾ. ടിഷ്യൂ ഹൈപ്പോക്സിയ ഇറ്റ്സ് എ മേജർ സ്റ്റിമുലേറ്ററി ഫാക്ടർ. ദെൻ ലോ ബ്ലഡ് വോളിയം, അനീമിയ ആവാം, ചില ഹോർമോൺസ് ലൈക്ക് എപ്പിനെഫ്രിൻ, ഇതൊക്കെ എരിത്രോപോയിറ്റിൻ്റെ സ്റ്റിമുലേഷൻ എന്ത് ചെയ്യും, ഉണ്ടാക്കും. ഇറ്റ് ഇൻക്രീസസ് ദി ലെവൽ ഓഫ് എരിത്രോപോയിറ്റിൻ ഇൻ ദ ബോഡി. ഫാക്ടേഴ്സ് ദറ്റ് ഡിക്രീസസ് എരിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? ഈസ്ട്രജൻ ഇൻഹിബിറ്റ്സ് എരിത്രോപോയസിസ്. ഓക്കെ, സോ ഫസ്റ്റ് ഹോർമോൺ നമ്മൾ പഠിച്ചത് എരിത്രോപോയിറ്റിൻ. അതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞു. സോഴ്സ് പറഞ്ഞു, ഫംഗ്ഷൻ പറഞ്ഞു, അതിൻ്റെ റെഗുലേഷനും പറഞ്ഞു. ഇനി സെക്കൻഡ് ആൻഡ്രജൻസ് സ്റ്റിമുലേറ്റ്. തേർഡ് ഹോർമോൺ ഈസ്ട്രജൻ, നെഗറ്റീവ് എഫക്റ്റാണ്. ആൻഡ് ഫോർത്ത് ഇസ് ഇൻ്റർലൂക്കിൻ 1, 3, 5. അതേപോലെ ഗ്രാനുലോസൈറ്റ്, മാക്രോഫേജ്, കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ്. ഇവരൊക്കെ എന്താ ചെയ്യാമെന്നറിയോ? എരിത്രോപോയസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. തൈറോക്സിൻ എരിത്രോപോയസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസത്തിലൊക്കെ നമുക്ക് അനീമിയൊക്കെ വരുന്നത്. ദെൻ ഗ്രോത്ത് ഹോർമോൺ ആൾസോ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു റീനൽ ഫെയിലറുള്ള ആൾക്ക് അനീമിയ ഉണ്ടാകുന്നത്? കിഡ്നിയിൽ നിന്നാണ് 85% ഓഫ് എരിത്രോപോയിറ്റിൻ വരുന്നത്. അപ്പോൾ അയാൾക്ക് അനീമിയ ഉണ്ടാകും. എരിത്രോപോയസിസ് ഇൻഎഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഡൺ. ഇനി ഡയറ്ററി ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അയൺ ഉണ്ടെങ്കിൽ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ മക്കളെ? ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അയൺ ഡെഫിഷ്യൻസി അനീമിയ. വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ്, ദേ ആർ നീഡഡ് ഫോർ DNA മെച്ചുറേഷൻ. ഇവരില്ലെങ്കിൽ DNA മര്യാദയ്ക്ക് മെച്യൂർ ആവില്ല. സോ വിൽ എൻഡ് അപ്പ് വിത്ത് മെഗലോബ്ലാസ്റ്റിക് അനീമിയാസ്. വാട്ട് യു നോൺ ആസ് മെഗലോബ്ലാസ്റ്റ്? മെഗലോബ്ലാസ്റ്റ് ആണ് ആക്ച്വലി ലാർജ് RBC ആണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ നമുക്ക് മാക്രോ സൈറ്റുകളാണ് കിട്ടുക. ആക്ച്വലി ലാർജ് RBCനെ കിട്ടുക. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ മെച്ചുറേഷൻ, DNA മെച്ചുറേഷൻ ലാഗ് ചെയ്യുന്നതുകൊണ്ട് സൈറ്റോപ്ലാസം കൂടുതലായിട്ട് മെച്ചുവർ ചെയ്യും. അപ്പോൾ സൈറ്റോപ്ലാസം വലുതും ന്യൂക്ലിയസ് ചെറുതും. അപ്പോൾ ലൈക്ക് സെല്ലിൻ്റെ സൈസ് എന്ത് ചെയ്യും? കുറച്ച് കൂടും. അപ്പോൾ ആ DNA ശരിക്കും നമ്മൾ പറയാം ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് അസിങ്ക്രണി എന്നാണ് പറയാം. ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് സിങ്ക്രണി, അതായത് സിങ്ക് ഇല്ലാതിരിക്കുക ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം തമ്മിൽ. സോ ദാറ്റ് ഈസ് വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. ദാറ്റ് ക്യാൻ കോസ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ,
iron can cause iron deficiency anemia. Vitamin C is needed for iron absorption. Copper and cobalt hemoglobin synthesis in the part ആണ്. Okay. 3 months. In other factors, intrinsic factor. ഈ vitamin B12 നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് CIF, Cassell's intrinsic factor. Cassell's intrinsic factor. അതായത് നമ്മുടെ B12 ഈ ഇൻട്രിൻസിക് ഫാക്ടറിൻ്റെ മേലെ കയറിയിട്ടാണ് നമ്മുടെ ടെർമിനൽ ഇലിയത്ത് നിന്ന് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻസി ഉണ്ടായാലും പരൈറ്റൽ സെല്ലിനൊക്കെ ഡാമേജ് വന്നു നമ്മുടെ സ്റ്റൊമക്കിലെ പരൈറ്റൽ സെല്ലിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടാവില്ല. അപ്പോൾ B12 അബ്സോർബ് ആവില്ല. മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് പെർനീഷ്യസ് അനീമിയ. അത് ഇൻട്രിൻസിക് ഫാക്ടർ ഇല്ലാതെ വരുന്നതിനെ വിളിക്കുന്നവരാണ് പെർനീഷ്യസ് അനീമിയ. ദെൻ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് ഹൈപ്പോക്സിയൻ്റെ കൂടുതൽ എറിത്രോപോയിസിൻ ഉണ്ടാവും. ഡ്രഗ്, ഇപ്പം ബോൺ മാരോ ഡിപ്രഷൻ സംഭവിപ്പിക്കുന്ന നമ്മുടെ ആൻറ്റി ക്യാൻസർ ഡ്രഗ് ഉണ്ട്, അത് കൊടുത്ത് അനീമിയ ഉണ്ടാവില്ല, അനീമിയ ഉണ്ടാവും, എറിത്രോപോയിസ് ഉണ്ടാവില്ല. ഓക്കെ, ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ക്യാൻസർ ഡ്രഗ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ തൈറോയ്ഡ് കുറഞ്ഞ ഒരാൾക്ക് നമ്മൾ തൈറോക്സിൻ കൊടുത്തു, നമുക്കറിയാം തൈറോക്സിൻ സ്റ്റിമുലേറ്റ് എറിത്രോപോയിസിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസും കൂടി പറയാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവിഷൻ പറയുകയാണെങ്കിൽ ഹെഡിങ്സ് മാത്രം കാണിക്കാം. ഡെഫിനിഷൻ പറഞ്ഞു, സ്റ്റേജസ് പറഞ്ഞു, അല്ലെ മീസോബ്ലാസ്റ്റിക്, ഹെപ്പറ്റിക് ആൻഡ് മെഡുലറി. സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു, 6 സ്റ്റെപ്സ് എന്ന് പറഞ്ഞേ. പ്ലൂറിപ്പൊട്ടൻ്റ് ഹെമറ്റോപാറ്റിക് സ്റ്റെം സെൽ. ഓക്കെ, അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് കമ്മിറ്റഡ് സ്റ്റെം സെൽ. ഓക്കെ, പിന്നെ ആര് പ്രോജനിറ്റർ ആരൊക്കെയായിരുന്നു? BFUE, CFUE. ഗുഡ്. ഇനി ആരൊക്കെയാണ്? 6 പേര് ആരൊക്കെയാണ്? പ്രോ നോർമോബ്ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് RBC തൊട്ട് മുന്നേ റെറ്റിക്കുലോസൈറ്റ്. ഇനി 3 ആളുകളുണ്ട് അല്ലേ, 3 നോർമോബ്ലാസ്റ്റ് ഉണ്ട്. ആരൊക്കെയാണ്? ഏർലി, ഇൻ്റർമീഡിയറ്റ്, ലേറ്റ്. കഴിഞ്ഞു. ദെൻ ചേഞ്ചസ് നമ്മൾ പറഞ്ഞു, സൈസ് കുറയും, ന്യൂക്ലിയോളായി പോകും, ന്യൂക്ലിയസ് പോകും. ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, ഹോർമോണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഡയറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, അതേഴ്സ് ഉണ്ട്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് ലെസൺ. താങ്ക് യു.